ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ വേദനിപ്പിക്കുന്നത് മനഃപൂർവ്വമാണോ? ഇതൊരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റിലൊക്കെ ഇരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു റീഡിംഗ് ആണ്. അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ വ്യക്തിയുടെ നെയിം റിപ്പീറ്റായിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരിക. അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ഒക്കെ നിങ്ങൾ ഓർക്കുക. ഹൈവോഫാൻസ്, Six of Swords, Death, the Hierophant. കുറച്ചുകൂടി കാർഡ്സ് എടുക്കാം. ദി ടവർ, Six of Cups, Two of Pentacles, Nine of Swords, Eight of Swords, Emperor, നമുക്ക് ബോട്ടം എനർജി കിട്ടിയിരിക്കുന്നത് ജസ്റ്റിസ് ആണ്. കാർഡ്സ് എല്ലാം കാണാമെന്ന് കരുതുന്നു. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഇവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ് പ്രകാരം നിങ്ങളും നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിൽ എന്തൊക്കെയോ തരത്തിലുള്ള ഡിഫറൻസസ് ഉള്ള വ്യക്തികളായിട്ട് കാണുന്നു. അത് ചിലപ്പോൾ റിലീജിയൻ വൈസ് ആയിരിക്കാം, ഏജ് ഡിഫറൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ സൗന്ദര്യമായിരിക്കാം, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആയിരിക്കാം. അങ്ങനെ എന്തൊക്കെയോ തരത്തിൽ ഡിഫറൻസസ് ഉള്ള വ്യക്തികൾ തന്നെയാണ്. പുറമേ നിന്ന് ഒരാൾ നോക്കിയാൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് മിസ്മാച്ച് ഉള്ളതുപോലെ തോന്നിയേക്കാം. അതുപോലെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഫൈറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ആയി പോയിട്ടുള്ളത്. എന്തായാലും ഇവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത് തന്നെയാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. താൽക്കാലികമായി നിങ്ങളുടെ അടുത്ത് നിന്ന് പോയ വ്യക്തിയാണെങ്കിലും അവർ വിചാരിച്ചിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് ഒരു തിരിച്ചുവരവില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ എൻഡായി പോയിരിക്കുന്നു, ഇനി ഇതിനെന്തായാലും ഒരു റീകൺസിലേഷൻ ഉണ്ടാവില്ലെന്നുള്ള എനർജിയിലായിരിക്കാം ഈ ഒരു വ്യക്തി ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടുപോയിട്ടുണ്ടാകുക. അതുപോലെ നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ
നിങ്ങളും കരുതിയിട്ടുണ്ടാവും ഇനി ഇതിലൊരു റീയൂണിയൻ പോസിബിലിറ്റി ഇല്ല എന്നുള്ളത്. കാരണം നിങ്ങൾ അത്രത്തോളം അകന്നു പോയിട്ടുണ്ടാകാം ഈ ഒരു വ്യക്തിയിൽ നിന്ന്. നിങ്ങളിൽ തന്നെ കുറച്ചു പേർ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് 100% എഫേർട്സ് ഇട്ട വ്യക്തികളായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് എനിക്കിനി ഇത് തുടർന്ന് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് കരുതി നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് പതിയെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകും. അത് പക്ഷേ കംപ്ലീറ്റ്ലി ഇവരെ വിട്ട് പോയെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ തന്നെ സെൽഫ് ലവ് ഒക്കെ ചെയ്ത് മറ്റൊരു തരത്തിലേക്ക് നിങ്ങളുടെ വിഷമമെല്ലാം മാറ്റിക്കൊണ്ട് വരാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടാകാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ വ്യക്തി മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടാണോ നിങ്ങളെ വേദനിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അവർക്കറിയാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ നിങ്ങളെ പൂർണ്ണമായും തളർത്തിക്കളയും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓവർകം ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് ഈ ഒരു വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. പക്ഷെ കറൻറ്റ്ലി അവരുടെ ഒരു സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ, അവരുടെ ഫീലിങ്സ് നോക്കുകയാണെങ്കിൽ, അവരുടെ മനസ്സ് പൂർണ്ണമായും ചിന്തിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും തകർന്നു പോയി, ഇനി ഇതിൽ എന്തായാലും ഒരു റീകൺസിലേഷൻ സംഭവിക്കാൻ പോകുന്നില്ല. ആ ഒരു കാര്യം ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവരുടെ താല്പര്യം ഉണ്ടാകുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പം അതിനുള്ള ഒരു പ്രധാന കാരണമായി കാണാൻ സാധിക്കുന്നത് ഇവരുടെ ലൈഫിൽ ഇപ്പോൾ എന്തൊക്കെയോ പ്രോബ്ലംസുകൾ നിലനിൽക്കുന്നതായിട്ട് കാണുന്നു. ചിലപ്പോൾ പുറമേ നിന്ന് നോക്കുന്ന വ്യക്തികൾക്ക് അത് വിസിബിൾ ആയിക്കൊള്ളണമെന്നില്ല. കാരണം അവർ മെൻ്റലി ഒരുപാട് ബുദ്ധിമുട്ടുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യം ഓർത്തിട്ടാണോ സഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയേണ്ടി വരും. മറ്റേതോ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഇപ്പോൾ ഒരുപാട് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിട്ടുണ്ടാകാം. ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഒരു ജോലി നഷ്ടപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാകാം. ഏതെങ്കിലും തരത്തിലുള്ള വൻ സാമ്പത്തിക നഷ്ടമോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടാകാം. അതുപോലെ അവർ വിശ്വസിച്ച് ആരെ കൂടെ കൂട്ടിയോ അവരിൽ നിന്ന് ഈ ഒരു വ്യക്തിക്ക് ഒരു വിശ്വാസ വഞ്ചന നേരിട്ടിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വ്യക്തിയെ മാനസികമായി ഒരുപാട് തളർത്തിയിട്ടുണ്ടാകാം. ഇവിടെ വന്ന ഈ ഒരു പേഴ്സന്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടിരിക്കുകയാണെന്നൊക്കെ പറയില്ലേ, ആ ഒരു തരത്തിലാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ അത് പറഞ്ഞതുപോലെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് മാത്രമല്ല, എന്തൊക്കെയോ തരത്തിൽ ഇവർ ഇമോഷണലി ഒരുപാട് ഡൗൺ ആയ സിറ്റുവേഷനാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ 9 ഓഫ് സോർട്സിന്റെ എനർജി വന്നതുകൊണ്ട് തന്നെ പറയാൻ സാധിക്കും ഈ വ്യക്തിക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ വ്യക്തിക്ക് സമാധാനമായി ഒന്ന് ഉറങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയുള്ളതായിട്ട് കാണുന്നു. അതായത് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അവരുടെ മനസ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രത്തോളം ഒരു മെൻ്റൽ പ്രഷർ ഈ ഒരു വ്യക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ ലൈഫിൽ ഓർക്കാപ്പുറത്ത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തൊക്കെയോ തരത്തിലുള്ള നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഷുവറാണ്. അത് ചിലപ്പോൾ അവർക്ക് ഏറെ പ്രിയപ്പെട്ട കാര്യങ്ങളായിരിക്കാം, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ സ്നേഹബന്ധങ്ങൾ എന്തെങ്കിലും ആയിരിക്കാം. അപ്പം അവർ അത് ഒരിക്കലും വിചാരിക്കാത്ത രീതിയിൽ അതെല്ലാം തകിടം മറിഞ്ഞു പോയിട്ടുണ്ടാകാം. ഒരു പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നുപോയ സമയത്ത് അവർ അവരെപ്പറ്റി മാത്രമേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ അവരുടെ ആ ഒരു സമയത്തെ സെക്യൂരിറ്റി അല്ലെങ്കിൽ നിലനിൽപ്പൊക്കെ മാത്രമായിരിക്കും അവരുടെ മനസ്സിലുണ്ടായിട്ടുണ്ടാവുക. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരുപാട് നാളത്തെ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങൾ ഫാമിലി പോലൊക്കെ കരുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പും തന്നെ ആകാം. എന്തു തന്നെയാണെങ്കിലും അവർ അതൊന്നും കൺസിഡർ ചെയ്തിട്ടല്ല, അല്ലെങ്കിൽ അത്രയും നാൾ സ്നേഹിച്ച വ്യക്തികളാണ് എന്ന ഒരു പരിഗണന പോലും ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല. അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അവരുടെ കാര്യം വന്ന സമയത്ത് നിങ്ങളെ മനഃപൂർവ്വം മറക്കാനായിട്ട് ഈ ഒരു പേഴ്സണ് സാധിച്ചിട്ടുണ്ടാകാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നൊരു ഇറങ്ങിപ്പോക്കെന്ന് പറയുന്നത് അവരുടെ ലൈഫിലെ ബെറ്റർ ചോയ്സ് ആണ് എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അവർ പോയിട്ടുണ്ടാവുക. പക്ഷെ അവരുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടായ ഈ ഒരു മാറ്റം അവരെ തീർച്ചയായിട്ടും തകിടം മറിച്ചു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
ഇപ്പോൾ അവർക്ക് നിങ്ങളോടൊരു താല്പര്യം ഉണ്ടാകുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പിന്നെയും സ്റ്റാർട്ടാക്കണം എന്ന മൈൻഡാണ് ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത്. ഒരുപക്ഷെ ഈ ഒരു വ്യക്തിക്ക് സംഭവിച്ചിട്ടുള്ള ഒരു ട്രോമയായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ അവർ വളരെ കാര്യമായി വിശ്വസിച്ച വ്യക്തികളുടെ ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ആയതുകൊണ്ടുമാവാം. ചിലപ്പോൾ ഈ ഒരു സമയത്ത് അവർക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. അവർ വിശ്വസിച്ചവർ എല്ലാം തന്നെ അവരെ കൈവിട്ടിട്ടുണ്ടാകും. നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് സപ്പോർട്ട് കിട്ടിയേനെ, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് അവരെ താങ്ങി നിർത്തിയേനെ എന്ന തോന്നലായിരിക്കാം അവർ നിങ്ങളെപ്പറ്റി പിന്നെയും ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വീണ്ടും വർക്ക് ചെയ്യാൻ റെഡിയാണ് എന്നുള്ള ഒരു എനർജിയാണ് കേട്ടോ. അതുപോലെ തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്, പാസ്റ്റിൽ അവർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന തോട്ടൊക്കെ ഇപ്പോൾ അവരുടെ മനസ്സിൽ നിലനിൽക്കുന്നു. ഞാൻ തെറ്റ് തിരുത്താൻ റെഡിയാണ് എന്നുള്ള ഒരു എനർജിയിലാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഉള്ളത്. അതുപോലെ തന്നെ അവർ ഈ ഒരു സമയം കൺഫ്യൂസ്ഡ് ആയിട്ടൊക്കെ കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളെ ഏത് രീതിയിൽ സമീപിക്കണം, നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളതായിരിക്കാം ആ ഒരു വ്യക്തിയെ കൺഫ്യൂസ്ഡ് ആക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവർ ഫൈറ്റ് ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ വീണ്ടും തിരികെ വന്നാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള ആ ഒരു ഭയം, അല്ലെങ്കിൽ അവരെ തിരിച്ചു ഓടിച്ചു വിടുമോ എന്നുള്ള ആ ഒരു ഭയം ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ നോക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ സാമീപ്യം നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് പഴയതിലും ശക്തമായി തിരികെ കൊണ്ടുവരാനായിട്ട് ആ ഒരു വ്യക്തി നല്ല രീതിക്ക് ആഗ്രഹിക്കുന്നു. അതുപോലെ സൊസൈറ്റിയുടെ മുൻപിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഈ ഒരു വ്യക്തിയുടെ അഡ്വൈസ് കേൾക്കുന്നുണ്ടാകാം. അപ്പം എങ്ങനെ നോക്കിയാലും ഇവരുടെ ഫീലിങ്സിനാണ് ഇവർ മുൻഗണന കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ ഇവർക്ക് എന്താണോ ബെറ്റർ എന്ന് തോന്നുന്നത് അതിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം കൂടെ നിൽക്കുന്നവരുടെ ഇമോഷൻസിനേക്കാളും കൂടുതലായിട്ട് അവരുടെ ആ ഒരു നിലനിൽപ്പ് തന്നെയാണ് അവർക്ക് ഒരു പ്രൈം ഫാക്ടറായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഗ്രഹനാഥനോ ഗ്രഹനാഥയോ ഒക്കെ ആയിരിക്കാം ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അത്രത്തോളം ഒരു റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും നമുക്ക് ഇവരിൽ കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ ജോബ് വൈസ് ആയിട്ടൊക്കെ ഇവർ ഉയർന്ന പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിലുള്ള വിലയും നിലയും ഒക്കെ കളയാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ ഇവർ മാതാപിതാക്കൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. പ്രത്യേകിച്ച് അവരുടെ അമ്മയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് ഫാമിലി എന്ന ഫാക്ടർ തന്നെയാണ് അവർക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിലെ എന്ത് കാര്യത്തിനും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് അവരുടെ ഫാമിലിയുടെ കൂടെ അഭിപ്രായം കൂടി ചോദിക്കുന്നുണ്ടാകാം. അതുമല്ലെങ്കിൽ അവരുടെ അഡ്വൈസ് പ്രകാരമായിരിക്കാം ജീവിതത്തിലെ പല കാര്യങ്ങളും ഈ ഒരു വ്യക്തി ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കറന്റ്ലി ഇവർ നിങ്ങളിലേക്ക് വരണം, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് മാത്രമല്ല, ഇവിടെ വന്നിരിക്കുന്ന ബോട്ടം ഓഫ് ദി ഡെക്ക് ജസ്റ്റിസ് കാർഡ് പോലെ നിങ്ങൾക്കൊരു നീതി തന്നിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളോട് കാണിച്ചത് ശരിയായില്ല എന്ന ഒരു തോട്ട് ഈ ഒരു പേഴ്സണെ ഹോണ്ട് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങളോട് ചെയ്തതിനുള്ള കർമ്മയാണോ ഇപ്പോൾ തിരിച്ചടിയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നവർ ചിന്തിക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ വന്ന തിരിച്ചടികളെല്ലാം വന്നത് നിങ്ങളുടെ ശാപമാണോ എന്ന ഒരു ഭയം ഇവർക്ക് തീർച്ചയായിട്ടും ഉള്ളതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു ജസ്റ്റിസ് തരാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പം ബോട്ടം ഓഫ് ദി ഡെക്ക് ജസ്റ്റിസ് കിട്ടിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി നിങ്ങളോട് ചെയ്ത എല്ലാ തെറ്റുകൾക്കും, അല്ലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വിട്ട് ഈ ഒരു വ്യക്തി ഒരു ദാക്ഷിണ്യമില്ലാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് വൈകാതെ ഈ ഒരു വ്യക്തി ജസ്റ്റിസ് നിങ്ങൾക്ക് തരുന്നതാണ് കേട്ടോ.
ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ് ആൻഡ് റിലേഷൻഷിപ്പ് ഗൈഡൻസും കൂടി നോക്കാം. എന്തായാലും അവരുടെ ആ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർ നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം ആ ഒരു വ്യക്തി നിങ്ങളോട് ചെയ്ത തെറ്റുകളെല്ലാം മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ ജസ്റ്റിസ് അർഹിക്കുന്നവരാണ് എന്നുള്ള ആ ഒരു തോട്ട് അവരുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പം നമുക്ക് അവരുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജും കൂടി നോക്കാം. 8 of Wands, King of Wands, Four of Swords, King of Pentacles, Page of Swords, Ace of Swords. അപ്പം ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള ലൈഫിൻ്റെ നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങാനായിട്ടാണ് ഇപ്പോൾ ചിന്തിച്ചേക്കുന്നത്. റിലേഷൻഷിപ്പ് ഗൈഡൻസും കൂടി നോക്കാം. 4 of Pentacles, 5 of Pentacles, 3 of Cups, Judgment, Page of Cups, Death. അപ്പം ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാർഡ്സ് എല്ലാം കാണാമെന്ന് കരുതുന്നു. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ സോൾ മെസ്സേജാണ് ഞാൻ ആദ്യമേ പറയുന്നത്. നിന്നിലേക്ക് വേഗത്തിലെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ധൈര്യപൂർവ്വം മുന്നോട്ട് നീങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. എൻ്റെ ഉള്ളിൽ ഒരുപാട് വേദനയുണ്ട്. എനിക്ക് താങ്ങാൻ കഴിയാത്ത ഒരുപാട് ആകുലതകളുണ്ട്. എത്രയും വേഗം നീയുമായി ബന്ധപ്പെടാനും സത്യം പറയാനും ഞാൻ തയ്യാറാവുകയാണ്. ഞാനിപ്പോൾ കൂടുതൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാകാൻ ശ്രമിക്കുകയാണ്. ഭാവിയിൽ നിനക്ക് സ്ഥിരതയും സുരക്ഷിതത്വവും നൽകാൻ ഞാൻ തയ്യാറാവുകയാണ്. നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്നെക്കുറിച്ച് അറിയാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. നിനക്കൊപ്പം ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഞാൻ തയ്യാറാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ്റെ സത്യാവസ്ഥ ഞാൻ നിന്നെ അറിയിക്കുന്നതാണ്. അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ്. ഇനി റിലേഷൻഷിപ്പ് ഗൈഡൻസ് നമുക്ക് നോക്കാം. നിങ്ങളിൽ ഒരാൾ ഭയം കൊണ്ടാണ് മനസ്സ് തുറക്കാതെ ഇരിക്കുന്നത്. ഭയം കൊണ്ട് ബന്ധം കൈവിട്ടു പോകുമോ എന്ന ചിന്തകൾ നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് വെക്കുന്നുണ്ടാവാം. ഈ സമയം നിങ്ങളുടെ മനസ്സ് തുറക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ബന്ധത്തിൽ ഒരാൾ ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്നുണ്ടാകാം. നിങ്ങൾ വളരെ തളർന്നിരിക്കുകയാണ്. നിങ്ങൾ ഫ്രണ്ട്സുമായും ഫാമിലി മെമ്പേഴ്സുമായും ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹീലാക്കുന്നതാണ്. പഴയ പ്രശ്നങ്ങളെ തിരിച്ചറിയുക, അതിൽ മാറ്റം വരുത്താൻ തയ്യാറാകുക. പരസ്പരം കുറ്റം പറയാതെ ക്ഷമിച്ച് ഒരവസരം കൂടി എടുക്കാൻ തയ്യാറാകുക. സ്നേഹത്തോടെയും ക്ഷമയോടുകൂടിയും പരസ്പരം സംസാരിക്കുക. പഴയ രീതികളെല്ലാം അവസാനിപ്പിക്കുക. ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചാൽ തന്നെ ഇവിടെ ഒരു പുതിയ തുടക്കം സാധ്യമാകുന്നതാണ്. അതാണ് റിലേഷൻഷിപ്പ് ഗൈഡൻസ് ആൻഡ് നിങ്ങളുടെ പേഴ്സൻ്റെ സോൾ മെസ്സേജ്.